നമ്മൾക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഒരു എഗ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനു വേണ്ടി നമ്മൾ ഒരു 4-5 സവാള, അതുപോലെ തന്നെ 2 തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ ഇതനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിത്രയും നമ്മൾ ഒരു കുക്കറെടുത്ത് കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഈ പറഞ്ഞ സവാളയും ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്കിപ്പം ഒട്ടും ടൈമില്ലാത്തവരാണെങ്കിൽ ആ എണ്ണ ഒഴിച്ച ടൈമിൽ തന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ചാൽ പിന്നെ നമുക്ക് കടുക് താളിച്ചൊഴിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ ഒട്ടും ടൈമില്ലാത്തവരാണെങ്കിൽ ഇത്ര ഒരു പരുവത്തിന് നമ്മൾ ഉള്ളി വഴറ്റി എടുത്താൽ മതി. അതല്ല കുറച്ചുകൂടി ടൈമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് എടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല തിക്കായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലിപ്പോൾ നമുക്ക് അത്രയും ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ ആ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഗരം മസാല പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെയാണ് ആഡ് ചെയ്ത്. നിങ്ങൾക്ക് അതിന് പകരം ഇപ്പം പെരിഞ്ജീരകം മാത്രമായാലോ അല്ലെങ്കിൽ ഗരം മസാല മാത്രമോ അല്ലെങ്കിൽ ചിക്കൻ മസാല മാത്രമായിട്ടോ ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഏത് മസാലയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതും കൂടി ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നിങ്ങൾ ആവശ്യത്തിന് ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. അതിനുശേഷം ഒട്ടും ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ആ കാണിച്ച കൂട്ട് ഒരു ബൗളിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ എഗ്ഗ് വേണ്ടത് അത്ര എഗ്ഗ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ കറിയുടെ അകത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാമെങ്കിൽ രണ്ടും പെട്ടെന്നാവും. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലങ്ങനെ ചെയ്തിട്ടില്ല. അതിനുശേഷം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം പ്രഷറൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും, ഓൾറെഡി നേരത്തെ കടുക് പൊട്ടിച്ച് വെച്ചവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ കറിവേപ്പിലയും മുകളിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെപ്പറേറ്റ് പിന്നെയാണ് കടുകൊക്കെ താളിച്ചൊഴിച്ചത്. അതിനുശേഷം നമ്മളിതിൻ്റെ കൂടെ അപ്പമാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. നമ്മളതിൻ്റെ കൂടെ അപ്പം കൂടി തയ്യാറാക്കി നമ്മൾ സെർവ് ചെയ്യുകയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് കറിയാണ്. നമ്മൾ സെപ്പറേറ്റ് എഗ്ഗ് പുഴുങ്ങിയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് സെപ്പറേറ്റ് മതിയായിരുന്നു. എഗ്ഗ് വേണ്ടവർക്ക് അങ്ങനെ, അല്ലാത്തവർക്ക് ഗ്രേവി മാത്രമായിട്ട് അങ്ങനെ. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് കറി തയ്യാറായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.